എന്നാൽ സ്ലോട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആദ്യം സ്കോഡിനോട് ചേർന്ന സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫ്ലൂയിഡ് 433 സ്ലൈറ്റ്ലി 4231 എന്നതിൽ നിന്ന് 442ലേക്ക് മാറുന്നുണ്ട്. 1-on-1-ൽ ബ്രില്യൻ്റായ വിങ്ങേഴ്സിന് ഇല്ലാത്ത സിസ്റ്റത്തിൽ വിങ്ങിലേക്ക് പാസേഴ്സിനെ കൊണ്ടുവരുന്നു. 2 ഫോർവേഡുകൾ ഇസാക്കിനും എക്കിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിലും സല ഗാപ്കോയെ കൂടി സൂട്ട് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു. ഗാപ്കോ ഏറെക്കുറെ ഇൻസൈഡ് ഫോർവേഡ് മൂവ് ചെയ്യുന്ന വിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്ന പ്ലെയറാണ്. സലയാകട്ടെ ഫ്ലോട്ടറായ ഫോർവേഡുമായി കമ്പൈൻ ചെയ്ത് 1-to-1 കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറുമാണ്. സോ ബേസിക്കലി ഫ്രണ്ട് ഫോർ സോർട്ട് ചെയ്യുന്നു. കർട്ടിസിനെ ഡീപ്പിലേക്ക് കൊണ്ടുവന്ന് ഗ്രാവൻബർഷിന്റെ ബിൽഡപ്പ് സാധ്യത കുറക്കുകയാണ്. കൂടാതെ മാക്കിയെ ഡീപ്പിൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാതെ ചാനൽ 90യോട് അടുപ്പിച്ച് കളിക്കാൻ തിരഞ്ഞെടുക്കുന്നു. വിഡ്സിനെ അറ്റാക്കിംഗ് തേർഡിലേക്ക് എല്ലാവിധ ഫ്രീഡത്തോടും വിടുന്നു. സോബോയുടെ എനർജി ആൻഡ് പ്രസ്സിംഗ് സെൻസ് യൂസ് ചെയ്യുന്നു. തോൽവി അറിയാത്ത തുടർച്ചയായ മത്സരങ്ങൾ. വിജയത്തിലേക്ക് തന്നെയാണ് സ്ലോട്ട് സിസ്റ്റം ട്യൂൺ ചെയ്യുന്നത്. എന്നാൽ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ സമനിലക്കുരുക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്നാലും സ്ലോട്ടിന് താൽക്കാലികമായി ലിവർപൂളിനെ ട്രാക്കിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ആരാധകരെ വിശ്വാസത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും പ്രതീക്ഷയ്ക്ക് വക വെക്കുന്നുണ്ട്.